ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം ദ്വിതീയോധ്യായം. അതിൽ 21ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. അതുവരെയുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ പഞ്ചമസ്കന്ധേ അഥ ദ്വിതീയോധ്യായ. ശ്രീശുകൗവാച. ഏവം പിതരി സംപ്രവൃത്തെ തദനുശാസനേ വർത്തമാന ആഗ്നിധ്രോജംബൂദ്വീപൗകസ പ്രജാ ഔരസവദ്ധർമാവേക്ഷമാണഃ പര്യഗോപായത്. സ ച കദാചിൽ പിതൃലോകകാമഃ സുരവരവനിതാ ക്രീഡാചലദ്രോണ്യം ഭഗവന്തം വിശ്വസൃജാം പതിമാഭൃതപരിചര്യോപകരണ ആത്മൈകാഗ്രേണ തപസ്വ്യാരാധയാം ബഭൂവ. തദുപലഭ്യ ഭഗവാനാദിപുരുഷഃ സദസി ഗായന്തീം പൂർവചിത്തിം നാമാപ്സരസമഭിയാപയാമാസ. സാ ച തദാശ്രമോപവനമതി രമണീയം വിവിധ നിബിഡ വിടപി വിടപ നികട സംശ്ലിഷ്ടപുരട ലതാരൂഢസ്ഥലവിഹംഗമം മിഥുനൈഃ പ്രോച്യമാനശ്രുതിഭിः പ്രതിബോധ്യമാന സലില കുക്കുടകാരണ്ഡവകളഹംസാദിഭിർ വിചിത്രമുപകൂജിതാമലജലാശയകമലാകരമുപബഭ്രാമാം. തസ്യാഹ സുലളിതഗമനപദവിന്യാസഗതിവിലാസയാശ്ചാനുപദം ഖണഖണായം മാനരുചിരചരണാഭരണസ്വനമുപാകർണ്യ നരദേവകുമാരഃ സമാധിയോഗേനാമീലിത നയനനളിനമുകുളമീഷദ്വികചയ്യ വ്യചഷ്ടാം. താമേവാവിദൂരേ മധുകരീമിവ സുമനസ ഉപജിഘ്രന്തിം ദിവിജമനുജമനോനയനാഹ്ലാദദുഃഖൈർഗതിവിഹാര വ്രീഡാവിനായാവലോക സുസ്വരാക്ഷരാവയവൈർമനസി നൃണാം കുസുമായുധസ്യ വിദധതീം വിവരം നിജമുഖവിഗളിതാമൃതാസവസഹാസ ഭാഷണാമോദ മദാന്ധമധുകരനികരോപരോധേന ദ്രുതപദവിന്യാസേന വദ്ഗുസ്പന്ദനസ്തനകലശകബരഭാരരചനാം ദേവീം തദവലോകനേന വിവൃതാവസരസ്യ ഭഗവതോ മകരധ്വജസ്യ വശമുപനീതോ ജഡവദിതി ഹോവാച. കാ ത്വം ജിഗീർഷസി ച കിം മുനിവർയശൈലേ മായാസി കാപി ഭഗവൽപരദേവതായാഃ വിജ്യേ ബിഭർഷിധനുഷി സുഹൃദാത്മനോർത്ഥേ കിം വാ മൃഗാൻ മൃഗയസേ വിപിനേ പ്രവത്താൻ. ബാണാവിമൗ ഭഗവതഃ ശതപത്രപത്രൗ രുചിരാവതിതിഗ്മദന്തൗ കസ്മൈ യുയുങ്ക്ഷസി വനേ വിചരന്ന വിദ്മഃ ക്ഷേമായ നോ ജഡധിയാം തവ വിക്രമോസ്തു. ശിഷ്യാ ഇമേ ഭഗവതഃ പരിതഃ പഠന്തി ഗായന്തി സാമസരഹസ്യമജസ്രമീശം യുഷ്മച്ഛിഖാ വിലുളിതാഃ സുമനോഭിവൃഷ്ടീഃ സർവേ ഭജന്തൃഷിഗണാ ഇവ വേദശാഖാഃ. വാചം പരം ചരണപഞ്ജരതിത്തിരീണാം ബ്രഹ്മന്നരൂപമുഖരാം ശൃണവാമി തുഭ്യം ലബ്ധാ കദംബരുചിരംഗവിഡംഗബിംബേ യസ്യാമലാതപരിധി ക്വച വൽക്കലം തേ. കിം സംഭൃതം രുചിരയോർദ്വിജശൃംഗയോസ്തേ മധ്യേ കൃശോ വഹസി യത്ര ദൃശിശ്രിതാ മേ പങ്കോരുണഃ സുരഭിരാത്മവിഷാണ ഈദൃഗ്യേനാശ്രമം സുഭഗമേ സുരഭീകരോഷി. ലോകം പ്രദർശയ സുഹൃത്തമതാവകം മേ യത്രത്യയിത്തമുരസാവയവാവപൂർവൗ അസ്മദ്വിധസ്യ മന ഉന്നയനൗ ബിഭർത്തി ബഹ്വദ്ഭുതം സരസരാസസുധാദിവക്ത്രേ. കാ വാത്മവൃത്തിരദനാദ്ധവിരംഗവാദിവിഷ്ണോഃ കലാസ്യ നിമിഷോന്മകരൗ ച കർണൗ ഉദ്വിഗ്നമീനയുഗളം ദ്വിജപങ്ക്തിശോചിരാസന്നഭൃംഗതികരം സരയിന്മുഖം തേ. യോऽസൗ त्वया करसरोजहदपदङ्गो दिक्षुभ्रमन् भ्रमत एजयदेक्षिणी मे मुक्तं न ते स्मरसि वक्रजडावरूथं कष्टोऽनिलोहरति लम्बडयेष नीवीम्. रूपं तपोधन तपश्चरदां तपोघ्नं ह्येतत्तु केन तपसा भवतोपलब्धं चर्तुं तपोर्हसि मया सह मित्रमह्यं किं वा प्रसीदति स वै भवभावनो मे.
നത്വാം ത്യജാമി ദൈതം ദ്വിജദേവദത്തം യസ്മിൻ മനോദൃഗപിനോ ന വിയാതി ലഗ്നം മാം ചാരുശൃംഗ്യർഹസി നേതുമനുവ്രതം തേ ചിത്തം യദ പ്രതിസരന്തു ശിവാഃ സജീവ്യഃ. ശ്രീശുകൗവാച ഇതി ലലനാനുനയാതി വിശാരദോ ഗ്രാമ്യവൈദഗ്ധ്യയാ പരിഭാഷയാ താം വിബുധവധൂം വിബുധമതിരധിസഭാജയാമാസ. സാ ച തതസ്തസ്യ വീരയൂഥപതേർബുദ്ധിശീലരൂപവയ ശ്രീ ഔദാര്യേണ പരാക്ഷിപ്തമനാസ്തേന സഹായുധായുധ പരിവത്സരോപലക്ഷണം കാലം ജംബൂദ്വീപപതിനാ ഭൗമസ്വർഗ ഭോഗാൻ ബുഭുജേ. തസ്യാമുഖവാ ആത്മജാൻ സ രാജവര ആഗ്നിധ്രോ നാഭികിം പുരുഷ ഹരിവർഷേളാവൃതം രമ്യകഹിരൺമയ കുരുഭദ്രാശ്വകേതുമാല സംജ്ഞാൻ നവപുത്രാനജനയത്. സാ സൂത്വാഥ സുതാൻ നവാനുവത്സരം ഗൃഹ ഏവാപഹായ പൂർവചിത്തിർഭൂയ ഏവാജം ദേവമുപതസ്ഥേ. ആഗ്നിധ്രസുതാസ്തേ മാതുരനുഗ്രഹാദൗൽപക്തികേന ഏവ സംഹനനബലോപേതാഃ പിത്രാ വിഭക്ത ആത്മതുല്യനാമാനി യഥാഭാഗം ജംബൂദ്വീപവർഷാണി ബുഭുജു. അടുത്തതാണ് എടുക്കാനുള്ള 22ാമത്തെ. ആഗ്നിധ്രോ രാജ അതൃപ്തഃ കാമാനപ്സരസമേവാനുദിനം അധിമന്യമാനസ്തസ്യാഃ സലോകതാം ശ്രുതിഭിരവാരുന്ധ യത്ര പിതരോ മാദയന്തേ. നൂടിച്ചൊല്ലാം. ആഗ്നിധ്രോ രാജ അതൃപ്തഃ കാമാനാമപ്സരസമേവാനുദിന അധിമന്യമാനസ്തസ്യാഃ സലോകതാം ശ്രുതിഭിർ അവാരുന്ധ യത്ര പിതരോ മാദയന്തേ. ആഗ്നിധ്രന് അവളോടൊത്ത് അനുഭവിച്ചിരിക്കുന്ന കാമഭോഗങ്ങൾ മതിയായില്ല. ആഗ്നിധ്രോ രാജ അതൃപ്ത, അദ്ദേഹം അതൃപ്തനായിരുന്നു. കാമാൻ അപ്സരസമേവാനുദിനം അധിമന്യമാനസ്തസ്യാഹ സലോകതാം. അവളും ഒരുമിച്ചിട്ടുള്ള ആ കാമഭോഗങ്ങൾ അനുഭവിച്ചിട്ട് ആ ആഗ്നിധ്രന് മതിയായില്ല. അവളെ തന്നെ എപ്പോഴും ചിന്തിച്ച് സലോകതാം ശ്രുതിഭിരവാരുന്ധയത്ര പിതരോ മാദയന്തേ. അവളെ തന്നെ എപ്പോഴും ചിന്തിച്ചിട്ട് ഒടുവിൽ അവളുടെ ലോകമായിരിക്കുന്ന ആ പിതൃലോകത്തെ പ്രാപിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ആഗ്നിധ്രോ രാജ അതൃപ്തഃ കാമാൻ അപ്സരസമേവാനുദിനമധി മന്യമാന തസ്യാഹ സലോകതാം ശ്രുതിഭിർ അവാരുന്ധയത്ര പിതരോ മാദയന്തേ. ആഗ്നിധ്രന് അവളോടൊത്ത് അനുഭവിച്ച ആ കാമഭോഗങ്ങൾ മതിയായില്ല. അവളെ തന്നെ എപ്പോഴും ചിന്തിച്ച് ഒടുവിൽ അവളുടെ ലോകമായിരിക്കുന്ന ആ പിതൃലോകത്തെ പ്രാപിച്ചു. പിതൃലോക കാമഹ എന്ന് 2ാം ഗദ്യത്തിൽ പറഞ്ഞത് അങ്ങനെ സഫലമായി എന്നർത്ഥം. അപ്സരസുകൾ സാക്ഷാൽ ദേവസ്ത്രീകളല്ല. അതിനാൽ ആവാസസ്ഥാനം സ്വർഗമല്ല, ഭുവർലോകം അന്തരീക്ഷമാണ്. അവിടമാണ് പിതൃലോകവും. മാദയന്തേ എന്നാൽ മോദിക്കുന്നു എന്നർത്ഥം. മോദയന്തേ എന്നും പാഠഭേദമുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. രാജാ ആഗ്നീധ്ര, രാജാവായിരിക്കുന്ന ആഗ്നീധ്രൻ, കാമാനാം അനുതപ്ത, കാമങ്ങളുടെ അനുഭവത്തിൽ അതൃപ്തനായിട്ട്, അപ്സരസം ഏവ, അപ്സരസിനെ തന്നെ, അനുദിനം എപ്പോഴും, അധിമന്യമാനം അധികമധികമായി വിചാരിക്കുന്നവനായിട്ട്, ശ്രുതിഭിഹി വേദോക്ത കർമ്മങ്ങളാൽ, തസ്യാഹ അവളുടെ, സലോകതാം ആ സാലോക്യമുക്തിയെ, അവരുന്ധ പ്രാപിച്ചു, യത്ര യാതൊന്നിൽ, പിതരഹ പിതൃക്കൾ, മാദയന്തേ മോദിക്കുന്നു. ഒന്നുകൂടി പറയാം. രാജാ ആഗ്നീധ്ര, രാജാവായിരിക്കുന്ന ആഗ്നീധ്രൻ, കാമാനാം അതൃപ്ത, കാമങ്ങളുടെ അനുഭവത്തിൽ അതൃപ്തനായിട്ട്, അപ്സരസം ഏവ ആ അപ്സരസിനെ തന്നെ, അനുദിനം എപ്പോഴും, അധിമന്യമാനഹ അധികമായിട്ട് വിചാരിക്കുന്നവനായിട്ട്, ശ്രുതിഭിഹി വേദോക്ത കർമ്മങ്ങളാൽ, തസ്യാഹ അവളുടെ, സലോകതാം ആ സാലോക്യമുക്തിയെ, അവരുന്ധ പ്രാപിച്ചു, യത്ര യാതൊന്നിൽ, പിതരഹ ആ പിതൃക്കൾ, മാദയന്തേ മോദിക്കുന്നു. രാജ ആഗ്നീധ്ര കാമാനാം അതൃപ്ത, രാജാവായിരിക്കുന്ന ആഗ്നീധ്രൻ ആ കാമഭോഗങ്ങളുടെ അനുഭവത്തിൽ അതൃപ്തനായിട്ട് എന്നർത്ഥം. അപ്സരസം ഏവ അനുദിനം അധിമന്യമാനഹ ആ അപ്സരസിനെ തന്നെ എപ്പോഴും
അധികമായിട്ട് വിചാരിക്കുന്നവനായിട്ട്. ശ്രുതിഭി തസ്യാഹ സലോകതാം, ആ വേദോക്ത കർമ്മങ്ങളാൽ അവളുടെ ആ സാലോക്യം മുക്തിയെ അവരുന്ധ പ്രാപിച്ചു. യത്ര യാതൊന്നിൽ പിതരഹ പിതൃക്കൾ മാതയന്തെ മോദിക്കുന്നു. അപ്പോൾ രാജാ ആഗ്നീധ്ര കാമാനാം അതൃപ്ത അപ്സരസ ഏവ അനുദിനം അധിമന്യമാനഃ ശ്രുതിഭി തസ്യാഹ സലോകതാം അവരുന്ധ യത്ര പിതരഹ മാതയന്തേ. രാജാവായിരിക്കുന്ന ആഗ്നീധ്രൻ ആ കാമങ്ങളുടെ അനുഭവത്തിൽ അതൃപ്തനായിട്ട് ആ അപ്സരസിനെ തന്നെ എപ്പോഴും അധികമായിട്ട് വിചാരിക്കുന്നവനായിട്ട് ആ വേദോക്ത കർമ്മങ്ങളാൽ അവളുടെ സാലോക്യമുക്തിയെ പ്രാപിച്ചു. യാതൊന്നിൽ പിതൃക്കൾ മോദിക്കുന്നു. രാജാവായിരിക്കുന്ന ആഗ്നീധ്രൻ വിഷയസുഖങ്ങളുടെ അനുഭവത്തിൽ തൃപ്തനാകാത്തതായതുകൊണ്ട് ആ അപ്സര സ്ത്രീയെ തന്നെ ചിന്തിച്ച് അവളുടെ സംഗമം തന്നെ പ്രാപിക്കത്തക്കത് എന്നാലോചിച്ചു. അങ്ങനെ വേദോക്ത കർമാനുഷ്ഠാനങ്ങളാൽ അവളുടെ ലോകത്തെ പ്രാപിച്ചു. അവിടെയാണ് പിതൃക്കൾ ആനന്ദിച്ചിരിക്കുന്നത്. പിതൃലോകഭോഗത്തിൽ വിരക്തനായ ശേഷം ആഗ്നീധ്രനും മുക്തിയെ പ്രാപിച്ചുവെന്ന് ധരിക്കണം. ആ സ്വരൂപസ്ഥിതിയെ പ്രതിപാദിക്കുന്ന ഈ പ്രകരണത്തിൽ ആ കാമഭോഗാസക്തിയെ വർണ്ണിച്ച് അവസാനിപ്പിക്കുന്നതിൽ ഔചിത്യമില്ലാത്തതുകൊണ്ട് പര്യവസാനം മുക്തി എന്ന് ധരിക്കണം. അവസാനം അദ്ദേഹത്തിന് മുക്തി കിട്ടിയെന്നാണ് ധരിക്കേണ്ടത്. എന്നാൽ ഭഗവതിച്ഛ ഹേതുവായിട്ട് ആ ഭോഗാഭിവൃദ്ധി രൂപമായിരിക്കുന്ന ഐശ്വര്യത്തെയും പ്രാപിച്ചു എന്നാണ് ഈ പ്രാപ്തി നിരൂപണം. ഈ നിരൂപണം കൊണ്ട് ഇവിടെ പറയുന്നത് അദ്ദേഹം അങ്ങനെയുള്ള ഭോഗാസക്തിയുടെ പ്രാപ്തിയും അദ്ദേഹം ഉണ്ടാക്കി തീർത്തു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പം നമ്മൾക്ക് നോക്കാം. ആഗ്നീധ്രോ രാജാ അതൃപ്ത. അപ്പോൾ ആഗ്നീധ്രൻ എന്ന രാജാവ് ആ ഭോഗങ്ങൾ സംബന്ധിച്ച് തൃപ്തി വരാതെ കാമാനാം അപ്സരമേവാനുദിനമധിമന്യമാന, ആ അപ്സരസിനെ തന്നെ അധികം ചിന്തിച്ചുകൊണ്ട് തസ്യാഹസ്സലോകതാം ചിന്തിച്ചുകൊണ്ട് വേദോക്ത ലോകതാം ശ്രുതിഭിരവരുന്ധ, ആ വേദോക്ത കർമ്മങ്ങൾ ചെയ്ത് അവളുടെ ലോകത്തെ തന്നെ എത്ര പിതരോ ലോകതാം അവരുന്ധ അവളുടെ ലോകത്തെ തന്നെ പ്രാപിച്ചു. ആ ലോകത്തിൽ പിതൃക്കൾ സന്തുഷ്ടരായിട്ട് വർത്തിക്കുന്നു ാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ശ്ലോകം കൂടിയുണ്ട്. 23-ാമത്തെ ശ്ലോകം. 23-ാമത്തെ ശ്ലോകം എന്താ പറഞ്ഞാൽ നോക്കാം. അപ്പോൾ ഇതിൽ രാജാനാം ആഗ്നീധ്ര, രാജാവായിരിക്കുന്ന ആഗ്നീധ്രൻ കാമാനാം അതൃപ്ത, കാമങ്ങളുടെ അനുഭവത്തിൽ അതൃപ്തനായിട്ട് അപ്സരസം ഏവ, അപ്സരസിനെ തന്നെ അനുദിനം എപ്പോഴും മന്യമാനഹ, അധികമായി വിചാരിക്കുന്നവനായിട്ട് വേദോക്ത കർമ്മങ്ങളാൽ അവളുടെ ആ സാലോകതാം, അവളുടെ ആ സാലോക്യമുക്തിയെ പ്രാപിച്ചു. അതിൽ പിതൃക്കൾ സന്തോഷിക്കുന്നു. അവസാനത്തെ ആ അധ്യായത്തിലത്തെ അവസാനത്തെ ശ്ലോകം സംപരേതേ പിതരിനവ ഭ്രാതരോ മേരുദുഹിതൃർമേരുദേവീം പ്രതിരൂപാം ഉഗ്രദം ശ്രീം ലതാം രമ്യാം ശ്യാമാം നാരീം ഭദ്രാം ദേവവീതിം ഇതി സംജ്ഞാ നവോദവഹൻ. സംപരേതേ പിതരിനവ ഭ്രാതരോ മേരുദുഹിതൃർമേരുദേവീം പ്രതിരൂപാമുഗ്രദം ശ്രീം ലതാം രമ്യ ശ്യാമാം നാരീം ഭദ്രാം ദേവവീതിം ഇതി സംജ്ഞാ നവോദവഹൻ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ ആഗ്നീധ്രൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ 9 പുത്രന്മാർ ക്രമത്തിൽ മേരുവിൻ്റെ പുത്രിമാരായിരിക്കുന്ന മേരുദേവി, പ്രതിരൂപ, ഉഗ്രദം, ശ്രീ, ലത, രമ്യ, ശ്യാമ, നാരി, ഭദ്ര, ദേവവീതി എന്നിവരെ അവർ വിവാഹം ചെയ്തു എന്നാണ് പറഞ്ഞത്. സംപരേതേ പിതരി, ആഗ്നീധ്രൻ്റെ കാലശേഷം നവഭ്രാതരോ,
മേരുദുഹിതൃർ മേരുദേവീം. അദ്ദേഹത്തിൻ്റെ 9 പുത്രന്മാർ ക്രമത്തിൽ മേരുദേവീം, മേരുവിൻ്റെ പുത്രിമാരായിരിക്കുന്ന പ്രതിരൂപാം, മേരുദേവി, പ്രതിരൂപ, ഉഗ്രദംശ്രീ, ലത, രമ്യ, ശ്യാമ, നാരി, ഭദ്ര, ദേവവീതി എന്നിവർ വിവാഹം കഴിച്ചു. സമ്പരേതേ പിതരി നവഭ്രാതരോ മേരുദ്ഹിതൃർ മേരുദേവീം പ്രതിരൂപാം ഉഗ്രദംശ്രീം ലതാം രമ്യാം ശ്യാമാം നാരീം ഭദ്രാം ദേവവീതീം ഇതി സംജ്ഞാ നവ ഉദ്വഹൻ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ പിതാവ് ആ പരലോകഗതൻ ആയപ്പോൾ ആ 9 സഹോദരന്മാരും മേരുവിൻ്റെ പുത്രിമാരായിരിക്കുന്ന മേരുദേവി, പ്രതിരൂപ, ഉഗ്രദംശ്രീ, ലത, രമ്യ, ശ്യാമ, നാരി, ഭദ്ര, ദേവവീതി എന്നിപ്രകാരം പേരുള്ളവരെ യഥാക്രമം വിവാഹം ചെയ്തു. പിതരി എന്ന് പറഞ്ഞാൽ പിതാവ്, സമ്പരേതേ കാലഗതിയെ പ്രാപിച്ചപ്പോൾ, പിതരി സമ്പരേതേ പിതാവ് കാലഗതിയെ പ്രാപിച്ചപ്പോൾ, ഭ്രാതരഹ നവ ആ ജ്യേഷ്ഠാനുജന്മാർ 9 പേരും, ഭ്രാതരഹ നവ 9 ജ്യേഷ്ഠാനുജന്മാർ, മേരുദുഹിതൃഹു നവ ആ മേരുപുത്രികളായിരിക്കുന്ന 9 പേരെ ഉദവഹൻ വിവാഹം ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ആ വാക്കുകളുടെ അർത്ഥം. പിതരി ആ പിതാവ്, സമ്പരേതേ കാലഗതിയെ പ്രാപിച്ചപ്പോൾ, ഭ്രാതരഹ നവ ആ ജ്യേഷ്ഠാനുജന്മാർ 9 പേരും, മേരുദുഹിതൃഹ് നവ മേരുപുത്രികളായിരിക്കുന്ന 9 പേരെ ഉദവഹൻ വിവാഹം ചെയ്തു. പിതാവായിരിക്കുന്ന ആഗ്നേധ്രൻ ആ പിതൃലോകത്തെ പ്രാപിച്ചതിൽ പിന്നെ നാഭി മുതലായിരിക്കുന്ന ഭ്രാതാക്കന്മാർ 9 പേർ ആ മേരുപുത്രിമാരായിരിക്കുന്ന മേരുദേവി, പ്രതിരൂപ, ഉഗ്രദംശ്രീ, ലത, രമ്യ, ശ്യാമ, നാരി, ഭദ്ര, ദേവവീതി എന്നുപേരായിരിക്കുന്ന 9 കന്യകമാരെ കാലക്രമത്തിൽ ഓരോരുത്തരായിട്ട് കല്യാണം കഴിച്ചു പറഞ്ഞിട്ടാണ് ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കഴിഞ്ഞ ദിവസത്തെയൊക്കെ ശ്ലോകങ്ങളുടെ വ്യാഖ്യാനങ്ങൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. അതായത് 16ാമത്തെ ശ്ലോകം, നത്വാം ത്യജാമി ദൈതം ദ്വിജദേവദത്തം യസ്മിൻ മനോദൃഗഭിനോ നവിയാദിലഗ്നം മാം ചാരു ശൃംഗ്യർഹസി നേതുമനുവ്രതം ദേ ചിത്തം യത പ്രതിസരന്തു ശിവാഹ സജിവ്യ. 16ാമത്തെ ശ്ലോകം. പതിനാറാമത്തെ ശ്ലോകത്തിൻ്റെ അന്വയം വന്നിട്ട് ദ്വിജദേവദത്തം ദൈതം ത്വാം നത്യജാമി ആ ബ്രഹ്മാവിനാൽ ദാനം ചെയ്യപ്പെട്ട പ്രിയപ്പെട്ടവനായിരിക്കുന്ന അങ്ങയെ ഞാൻ വിടില്ല. യസ്മിൻ ലഗ്നം നഹ മനഃ ദൃഗപി നവിയാതി ആ അങ്ങയിൽ പറ്റിയിരിക്കുന്ന ഞങ്ങളുടെ മനസ്സും അപ്രകാരം ദൃഷ്ടിയും അവിടെ നിന്നും വിട്ടുപോരുന്നില്ല. ഹേ ചാരുശൃംഗി തേ ചിത്തം യതഃ തത്ര അനുവ്രതം മാം അപി നേതും അർഹസി. മോഹനമൂർത്തേ അങ്ങയുടെ ചിത്തം എവിടേക്കോ അവിടേക്ക് അനുസരണശീലമുള്ള എന്നെ കൂടി കൊണ്ടുപോകുവാൻ അങ്ങ് അർഹനാകുന്നു. തേ സജീവ്യഃ ശിവാഹ മാം പ്രതിസരന്തു അങ്ങയുടെ ആ പ്രിയസഖിമാരും എനിക്ക് അനുകൂലങ്ങളായിട്ട് എന്നെ അനുവർത്തിക്കട്ടെ. അല്ലെങ്കിൽ ആ വനവാസകാലത്തെ സഖിമാരായിരിക്കുന്ന ആ മാൻപേടകൾ അനുകൂലമായിട്ട് പ്രദക്ഷിണം ചെയ്യട്ടെ എന്നുള്ള ഇത് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ആ വ്യാഖ്യാനം എന്താ പറഞ്ഞത് നമുക്ക് നോക്കാം. വ്യാഖ്യാനത്തിൽ ബ്രഹ്മണാദത്തം ത്വാം നത്യജാമി ബ്രഹ്മാവിനാൽ തരപ്പെട്ട നിന്നെ ത്യജിക്കാനാവില്ല. ഹേ ചാരുശൃംഗി അല്ലയോ മനോഹരമായിരിക്കുന്ന ആ സ്ഥലങ്ങളോട് കൂടിയവളെ. എത്ര തേ മനസ്തത്രമേം നേതുമർഹസി എവിടേക്കാണോ എൻ്റെ മനസ്സിനെ എത്ര തേ മനസ്തത്ര അവിടെ അങ്ങയുടെ മനസ്സ് എവിടേക്കോ എന്നെ നയിച്ചു കൊണ്ടുപോകുന്നു നയിക്കുവാൻ അർഹതയുള്ള. എത്ര തേ മനസ്തത്ര മാം നേതുമർഹസി അവിടുത്തെ മനസ്സിൻ്റെ അവിടേക്ക് എന്നെ അത് നയിക്കുവാൻ അർഹതപ്പെട്ടിരിക്കുന്നു. എത്ര തേ മനസ്തത്ര മാം നേതുമർഹസി ശ്രീശുഗൗവാൻ. അപ്പോൾ ഇത് ആ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് വ്യാഖ്യാനമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 16ാമത്തെ ശ്ലോകം ബ്രഹ്മണാദത്തം ത്വാം നത്യജാമി ബ്രഹ്മാവിനാൽ ആ ദാനം ചെയ്യപ്പെട്ടവളായിരിക്കുന്ന അങ്ങയെ ഞാൻ വിടില്ല. നത്യജാമി പിന്നെ ഹേ ചാരുശൃംഗി എത്ര തേ മനസ്തത്ര മാം നേതും അർഹസി
തസ്മിൻ ലഗ്നം സമനഃ ദൃഗപിന വിയാതി. അങ്ങയിൽ പറ്റിയിരിക്കുന്ന ഞങ്ങളുടെ മനസ്സും അപ്രകാരം ദൃഷ്ടിയും അവിടെ നിന്നും വിട്ടുപോരുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ ഇതാണ്. ഇനി അടുത്ത ആ ശ്ലോകത്തിൻ്റെ ഇണം പറയണത് വ്യാഖ്യാനം. ശ്രീശുക ഉവാച ഇതി ലലനാനുനയനാദിവിശാരദോ ഗ്രാമ്യവൈദഗ്ധ്യയാ പരിഭാഷയാ താം വിബുധവധൂം വിബുധം അതിരഥി സഭാജയാമാസ. പ്രകാരം ആ സ്ത്രീകളെ സ്വാധീനിക്കുവാൻ അതിസാമർഥ്യമുള്ള അഗ്നിധ്രൻ വിഷയികളെ ആകർഷിക്കുവാൻ കഴിവുള്ള വാക്കുകളെ കൊണ്ട് ആ അപ്സര സ്ത്രീയെ പൂജിച്ചു എന്നാണ് പറയുന്നത്. ഇതിൽ ലലനാനുനയനാതിവിശാരദോ, സ്ത്രീകളെ സ്വാധീനിക്കുവാൻ അതിസാമർഥ്യമുള്ള ഗ്രാമ്യവൈദഗ്ധ്യ അഗ്നിധ്രൻ ആ വിഷയികളെ ആകർഷിക്കുവാൻ പറ്റിയിരിക്കുന്ന പരിഭാഷയാ ആ കഴിവുള്ള വാക്കുകളെ കൊണ്ട് താം വിബുധവധൂം ആ അപ്സര സ്ത്രീകളെ പൂജിച്ചു, തനിക്ക് അഭിമുഖമാക്കി എന്ന് ആണ് ഭാവം. അപ്പോൾ അതിൻ്റെ ആ വ്യാഖ്യാനം പറഞ്ഞിരിക്കുന്നത് ഏവം സ്ത്രീ പ്രാർത്ഥനായാം കുശലഃ സ തസ്യാഹ സമ്മാനം ചക്രേ. ആ സ്ത്രീകളെ പ്രാപിക്കാൻ സമർത്ഥനായിരിക്കുന്ന ആ അഗ്നിധ്രൻ സ തസ്യാഹ സമ്മാനം ചക്രേ. തസ്യാഹ അവളെ തന്നിലേക്ക് തിരിപ്പിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഏവം സ്ത്രീ പ്രാർത്ഥനായാം കുശലഃ സ തസ്യാഹ സമ്മാനം ചക്രേ. അപ്പോൾ അടുത്തത് സാച തതസ്തസ്യ വീരയൂഥപതേർ ബുദ്ധിശീലരൂപവയ ശ്രീ ഔദാര്യേണ പരാക്ഷിപ്തമനസ്തേന സഹായുധായുധ പരിവത്സരോപലക്ഷണം കാലം ജംബൂദ്വീപപതിനാ ഭൗമസ്വർഗഭോഗാൻ ബുഭുജേ. ആ അപ്സരസും അനന്തരം ആ വീരശ്രേഷ്ഠനായിരിക്കുന്ന ആ അഗ്നിധ്രൻ്റെ ബുദ്ധി, ശീലം, രൂപം, വയസ്സ്, ഔദാര്യം, ശ്രീ മുതലായ ഗുണഗണങ്ങളാൽ അത്യാസക്ത ചിത്തയായിട്ട് ആ ജംബൂദ്വീപപതിയായിരിക്കുന്ന അദ്ദേഹത്തോടു കൂടി തന്നെ അനേകായിരം സംവത്സരകാലം ആ ഭൂമിയിലുള്ള ദിവ്യഭോഗങ്ങൾ അനുഭവിച്ചു. അതാണ് സാച തതസ്തസ്യ വീരയൂഥപതേർ ബുദ്ധിശീലരൂപവയ ശ്രീ ഔദാര്യേണ പരാക്ഷിപ്തമനാസ്തേന സഹായുധ പരിവത്സരോപ ലക്ഷണം കാലം ജംബൂദ്വീപപതിനാ ഭൗമസ്വർഗഭോഗാൻ ബുഭുജേ. അവിടെ സ്വർഗത്തിലും ഭൂമിയിലുള്ള ആ ഭോഗങ്ങളെയൊക്കെ അനുഭവിച്ചു. അപ്പോൾ അതിൻ്റെ വ്യാഖ്യാനം വന്നിട്ട് അപ്സരാശ്ച തസ്യാഗ്നീധ്രസ്യ ആ അപ്സരസ് ആ അഗ്നീധ്രൻ്റെ ബുദ്ധിശീലരൂപവയ, ബുദ്ധിശീലം, രൂപം, വയസ്സ്, ശ്രീ, ഔദാര്യം, ഐശ്വര്യം ഇതൊക്കെ കണ്ടിട്ട് ബുദ്ധിശീലരൂപവയശ്രീ ഔദാര്യേണ ച മോഹിച്ച് സതീതേന സഹായുധവർഷാണി അവരും ആയിട്ട് അദ്ദേഹവുമായിട്ട് ആയുധവർഷാണി അനേക സംവത്സരകാലം സഹായുധവർഷാണി ആയുധായുധം വർഷക്കാലം ഭൗമസ്വർഗഭോഗാൻ ബുഭുജേ ഭൂമിയിലെയും സ്വർഗത്തിലെയും ആ ഭോഗങ്ങളെ അദ്ദേഹം അനുഭവിച്ചു എന്നുള്ളതാണ്. അപ്സരാശ്ച തസ്യാഗ്നീധ്രസ്യ ബുദ്ധിശീലരൂപവയ ശ്രീ ഔദാര്യേണ ച മോഹിതാ സതീ തേന സഹായുധ വർഷാണി ഭൗമ സ്വർഗഭോഗാൻ ബുഭുജേ എന്നുള്ളതാണ് ആ ശ്ലോകം കൊണ്ട് എൻ്റെ വ്യാഖ്യാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ശ്ലോകം 19. തസ്യാമുഖവാ ആത്മജാൻ സ രാജവരാഗ്നിധ്രോ നാഭികിംപുരുഷ ഹരിവർഷേളാവൃതരമ്യക ഹിരൺമയ കുരുഭദ്രാശ്വകേതുമാല സംജ്ഞാൻ നവപുത്രാൻ അജനയൽ. അങ്ങനെ ആ രാജാവായിരിക്കുന്ന ശ്രേഷ്ഠനായിരിക്കുന്ന അഗ്നിധ്രൻ അവളിൽ ആ കിംപുരുഷൻ ഹരിവർഷൻ, ഇളാവൃതൻ, രമ്യകൻ, ഹിരൺമയൻ, കുരുഭദ്രാശൻ, കേതുമാലൻ എന്നിപ്രകാരം 9 പുത്രന്മാരെ ഉൽപ്പാദിപ്പിച്ചു. ഇവിടെ ആ പുത്രശബ്ദത്തിന് നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നവർ എന്നാണ് അർത്ഥം കൽപ്പിച്ചിരിക്കുന്നത്. ആത്മജന്മാരുടെ വിശേഷണം ആയിട്ട് തീർത്താൽ മതി അത്. അപ്പോൾ
അതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞിരിക്കുന്നത് തസ്യാമാഗ്നിധ്രോ അവൾ ആ ആഗ്നിധ്രനിൽ നാഭി കിംപുരുഷൻ ഹരിവർഷൻ ഇളാവൃതൻ രമ്യകൻ ഹിരൺമയൻ കുരു ഭദ്രാശ്വൻ കേതുമാലൻ തുടങ്ങി 9 പുത്രന്മാരെ ജനയാമാസ. തസ്യാമാഗ്നിധ്രോ നാഭി കിംപുരുഷ ഹരിവർഷ ഇളാവൃത രമ്യക ഹിരൺമയ കുരു ഭദ്രാശ്വ കേതുമാല സംജ്ഞാൻ 9 പുത്രാൻ ജനയാമാസ എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നെ അടുത്തത് സാസൂത്വാഥ സുതാൻ നവാനുവത്സരം ഗൃഹ ഏവാപഹായ പൂർവചിത്തിർഭൂയ ഏവാജം ഉപദസ്ഥേ സാസൂത്വാഥ സുതാൻ 20 സാസൂത്വാഥ സുതാൻ നവാനുവത്സരം ഗൃഹ ഏവാപഹായ പൂർവചിത്തിർഭൂയ ഏവാജം ദേവം ഉപദസ്ഥേ. അനന്തരം ആ പൂർവചിത്തി അവളാകട്ടെ കൊല്ലന്തോറും ഓരോരുത്തരെ എന്ന തോതിൽ 9 പേരെ പുത്രന്മാരെ പ്രസവിച്ചു. ഗൃഹത്തിൽ തന്നെ വിട്ടിട്ട് ബ്രഹ്മാവിനെ തന്നെ പിന്നെയും പ്രാപിച്ച് സേവിച്ചു പോയി, അങ്ങോട്ട് തിരിച്ചു പോയി എന്നർത്ഥം. അപ്പം അതിനിവിടെ പറഞ്ഞിരിക്കുന്ന വ്യാഖ്യാനം ആഗ്നിധ്രോപി തസ്യാം ജനയാമാസ സാ പ്രതിവർഷം അവൾ ഓരോ വർഷവും 9 പുത്രന്മാരെ പ്രസൂയതം പ്രസവിച്ചിട്ട് അവരെ തെക്കുക അവളെ ഉപേക്ഷിച്ചിട്ട് ബ്രഹ്മാണം യയോ അവളെ പിതൃഗൃഹത്തിലാണ് ഉപേക്ഷിക്കുന്നത്, പറഞ്ഞിട്ടില്ല എന്ന് മാത്രം. സാ പ്രതിവർഷം 9 പുത്രാൻ പ്രസൂയതം ത്യക്വ ബ്രഹ്മാണം യയോ ആ ബ്രഹ്മദേവൻ്റെ അടുത്തേക്ക് തന്നെ പോയി എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അടുത്തത് 21 ശ്ലോകം ആഗ്നീധ് സുതാസ്തേ മാതുരനുഗ്രഹാദോൽപത്തികേനൈവ സംഖനന ബലോപേതാ പിത്രാ വിഭക്ത ആത്മതുല്യനാമാനി യഥാഭാഗം ജംബൂദ്വീപവർഷാണി ബുഭുജുഹു. ആ അഗ്നിദ്രപുത്രന്മാരെല്ലാം സ്വാഭാവികമായിട്ട് തന്നെ ആ ദൃഢഗാത്രരും പ്രബലരും ആ പിതാവിനാൽ ഭാഗിക്കപ്പെട്ടവരും ആയിട്ട് ആ തങ്ങളുടെ പേരുകളുള്ള വർഷങ്ങളെ പാലിച്ച് ആ ഭോഗങ്ങൾ അനുഭവിച്ചു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പോൾ അതിലത്തെ ആ വ്യാഖ്യാനം വന്നിട്ട് തേ പുത്രാഹ ആ പുത്രന്മാർ പിത്രാ യഥാവിഭാഗം പിതാവ് എപ്രകാരമാണോ വിഭജിച്ചു കൊടുത്തത് യഥാവിഭാഗം ദത്താനി വിഭജിച്ചു കൊടുത്ത സ്വാനാം അഭിഖ്യാതാനി ആ പ്രകാരം അതിനെ വളരെ വിഖ്യാതമാക്കി തീർത്തു കൊടുത്ത ആ സ്വന്തം നാമങ്ങളെ വളരെ ഖ്യാതിയുള്ളതാക്കി തീർത്തു. സ്വന്തം നാമങ്ങളിൽ അറിയപ്പെടുന്ന ആ ഭൂവിഭാഗങ്ങളെ വളരെ ഖ്യാതിയുള്ളതാക്കി തീർത്തു. എന്നിട്ട് ജംബൂദ്വീപസ്യ 9 ഖണ്ഡാനി ബുഭുജു ആ ജംബൂദ്വീപത്തിൽ ആ 9 ഖണ്ഡങ്ങളെ അങ്ങനെ ഉണ്ടാക്കി തീർത്തു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. തേ പുത്രാഹ പിത്രാ യഥാവിഭാഗം ആ പുത്രന്മാർ 9 പുത്രന്മാർ അവരുടെ പേരിൽ തന്നെ പ്രസിദ്ധങ്ങളായിരിക്കുന്ന 9 സ്ഥലങ്ങൾ യഥാവിഭാഗം ദത്താനി പിത്രാ യഥാ പിതാവ് പ്രകാരമാണോ വിഭജിച്ചു കൊടുത്ത അതിന് തക്കവണ്ണം സ്വനാമഭീയ സ്വന്തം നാമങ്ങളുടെ ആ ഖ്യാതിയെ അവരിൽ ഉണ്ടാക്കി തീർത്തു. ജംബൂദ്വീപസ് ആ ജംബൂദ്വീപത്തിൻ്റെ 9 ഖണ്ഡാനി ഇങ്ങനെ ഓരോരുത്തരുടെയും പേരിൽ ഖ്യാതിയുള്ള ജംബൂദ്വീപിൻ്റെ 9 ഖണ്ഡങ്ങളെ 9 ഖണ്ഡാനി ബുഭുജുഹു എന്നുള്ളതാണ് വ്യാഖ്യാനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തേ പുത്രാഹ പിത്രാ യഥാവിഭാഗം ദത്താനി സ്വനാമഭി ഖ്യാതാനി ജംബൂദ്വീപസ്യ 9 ഖണ്ഡാനി ബുഭുജുഹു. പിന്നെ അടുത്ത ശ്ലോകം വന്നിട്ട് ആഗ്നിധ്രോ രാജാതൃപ്തഃ കാമാൻ അപ്സരസം ഏവാനുദിനം അധിമന്യമാനസ്തസ്യാ സലോകതാം ശ്രുതിഭിരവ അവാരുന്ധയത്ര പിതരോ മാദയന്തേ. ആ അഗ്നിധ്രന് അവളോടൊത്ത് അനുഭവിച്ചിരിക്കുന്ന ആ കാമഭോഗങ്ങൾ മതിയായിട്ടില്ല. അവളെ തന്നെ എപ്പോഴും ചിന്തിച്ച ഒടുവിൽ അവളുടെ ആലോകമായിരിക്കുന്ന പിതൃലോകത്തെ പ്രാപിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അതാണ് അഗ്നിധ്രോ രാജാ അതൃപ്തനായിട്ട് എന്തിലെ കാമാനാം അപ്സരമേവാനുദിനം അധിമന്യമാന
അങ്ങനെ ആ കാമഭോഗങ്ങളെ ആ അപ്സരസുമായിട്ട് അനുഭവിച്ചിട്ടുള്ളത് എല്ലാ ദിവസവും ചിന്തിച്ച് അതിമന്യമാന തസ്യാഹ അവളുടെ ആ ലോകത്തെ, ആ പിതൃലോകത്തെ പ്രാപിച്ചു. അവാരുന്ധ ശ്രുതിയിൽ പറയപ്പെടുന്ന ആ പിതൃലോകത്തിൽ എത്ര പിതരോ അവിടെ ആ പിതൃക്കളെ മാതേന്തേ മോദിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിലത്തെ വ്യാഖ്യാനം വന്നിട്ട് ആഗ്നിധ്രോപി തസ്യാം അതൃപ്ത, ആഗ്നിധ്രൻ അവളിൽ അതൃപ്തനായിട്ട് സന്താമേവ ധ്യായൻ, ആ കാമഭോഗങ്ങളിൽ അതൃപ്തനായിട്ട് അവളെ തന്നെ ചിന്തിച്ച ധ്യായൻ തല്ലോകം അവരുടെ ലോകത്തെ മൃത മരിച്ചിട്ട് പ്രാപിച്ചു എന്നർത്ഥം. ആഗ്നിധ്രോപി തസ്യാം അതൃപ്ത സൻ താമേവ ധ്യായൻ തല്ലോകം മൃത പ്രാപ. ആഗ്നിധ്രൻ ആ കാമഭോഗങ്ങളിൽ, അവളുമായിട്ടുള്ള കാമഭോഗങ്ങളിൽ അതൃപ്തനായിട്ട് അവളെ തന്നെ ചിന്തിച്ച് അവരുടെ ലോകത്തിൽ മരിച്ചിട്ട് പ്രാപിച്ചു. ആഗ്നിധ്രോപി തസ്യാം അതൃപ്ത സൻ താമേവ ധ്യായൻ തല്ലോകം മൃത പ്രാപ. അവസാനം സംപരേതേ പിതരിനവ ഭ്രാതരോ മേരുദുഹിതൃർ മേരുദേവീം പ്രതിരൂപാമുഗ്രതം ശ്രീം ലതാം രമ്യാം ശ്യാമാം നാരീം ഭദ്രാം ദേവവീതീം ഇതി സംജ്ഞാ നവ ഉദവഹൻ. അങ്ങനെ ആ പിതാവിൻ്റെ കാലശേഷം എന്ത് ചെയ്തു? ആ അഗ്നിധ്രൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ 9 പുത്രന്മാർ ക്രമത്തിൽ ആ മേരുദേവിയുടെ പുത്രന്മാരായിരിക്കുന്ന മേരുദേവി, പ്രതിരൂപ, ഉഗ്രതം ശ്രീ, ലത, രമ്യ, ശ്യാമ, നാരി, ഭദ്ര, ദേവവീതി എന്നിവരെ വിവാഹം കഴിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വ്യാഖ്യാനത്തിൽ ഏവം പിതരി സമ്പരേത, ഇപ്രകാരം ആ പിതാവിൻ്റെ കാലശേഷം സതി ആ 9 പേര്, 9 ഭ്രാതാക്കൾ, നവഭ്രാതരോ അവർ മേരുകന്യാം മേരുദേവിയും, മേരുകന്യയുടെ ആ മേരുദേവി, പ്രതിരൂപാം, ഉഗ്രദംഷ്ട്രീം, ലതാം, രമ്യാം, ശ്യാമാം, നാരീം, ഭദ്രാം, ദേവവീതിയും ഇപ്രകാരമുള്ള ഇതി നവ പരിണീതവന്ത, ഇപ്രകാരമുള്ള 9 പുത്രിമാരെ പരിണയം ചെയ്തു എന്നർത്ഥം. അപ്പം ഏവം പിതരി സമ്പരേതേ സതി നവഭ്രാതരോ, ആ 9 ഭ്രാതാക്കളെ ഇതി ഭ്രാതരോ മേരുകന്യാം മേരുദേവീം പ്രതിരൂപാം ഉഗ്രദംഷ്ട്രീം ലതാം രമ്യാം ശ്യാമാം നാരീം ഭദ്രാം ദേവവീതീം ഇതി നവ പരിണീതവന്ത. അങ്ങനെ 9 പുത്രിമാരെ പരിണയിച്ചു. അത് പറഞ്ഞിട്ട് ഇവിടെ ആ 26 ശ്ലോകങ്ങളോട് 23 ശ്ലോകങ്ങളുള്ള ഈ ശ്രീമദ് ഭാഗവതം ഇവിടെ അവസാനിക്കുന്നത്. ശ്രീമദ് ഭാഗവതേ ചൂർണികായാം പഞ്ചമസ്കന്ധേ ദ്വിതീയോധ്യായ. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പഞ്ചമസ്കന്ധേ ആഗ്നിധ്ര വർണ്ണനം, ആഗ്നിധ്രോപാഖ്യാനം എന്നാണ് പറയുക ഈ അധ്യായത്തിന്. ആഗ്നിധ്രവർണ്ണനം നാമ ദ്വിതീയോധ്യായ. അങ്ങനെ 2-ാം അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നമ്മൾ ശരിക്ക് മനസ്സിലാക്കിയിട്ട് വായിച്ച് സമർപ്പിക്കുക അടുത്ത ദിവസം. അതിനുശേഷം അതിലെ ആശയാവിഷ്കാരങ്ങൾ നമ്മൾക്ക് എഴുതാം. പിന്നെ സംഗ്രഹം, അതിൻ്റെ സംഗ്രഹം, ഇതെല്ലാം അടുത്തടുത്ത ദിവസങ്ങളിൽ നമുക്ക് അങ്ങനെ ആ പഞ്ചമസ്കന്ധത്തിലെ 2-ാം അധ്യായം ഇവിടെ പൂർണ്ണമായി. അടുത്ത ദിവസം തുടങ്ങി ആ പഞ്ചമസ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായം. വളരെ ശ്രദ്ധിച്ച് വായിച്ച് പഠിക്കേണ്ട ഓരോ ഭാഗങ്ങളാണ്. എല്ലാവരും വളരെയധികം ശ്രദ്ധിച്ച് വായിക്കുക, പഠിക്കുക. നാളെ തുലാമാസം 1-ാം തീയതിയാണ്. ആ 1-ാം തീയതി അടുത്ത ആവർത്തി ഭാഗവതം നമ്മൾ വായിച്ചു തുടങ്ങുകയാണ്. ഇനി ഭാഗവതത്തിലേക്ക് നമ്മൾ കൂടുതൽ ആയിട്ട് ശ്രദ്ധ കൊടുക്കാൻ പോവുകയാണ്. ഭാഗവതമല്ലാത്ത ഭാഗങ്ങൾ ഈ ഭാഗവത പരിചയത്തിൽ ഇനി ഉണ്ടാവുന്നത് കുറയ്ക്കാൻ പോവുകയാണ്. അതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധിച്ച് ഈ 5-ാമത്തെ സ്കന്ധം നമുക്ക് വളരെ വ്യക്തമായിട്ട് പഠിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ. എല്ലാവരും പരിശ്രമിക്കുക, ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതം ആവുക. നാരായണ നാരായണ നാരായണ.